നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരിക്കും ഹീറ്റ് എന്ന് വെച്ചാൽ. നമ്മളൊരു സിനിമ കണ്ടാലോ എഡിറ്റ് ചെയ്താലോ എന്ത് ചെയ്താലും മുടിഞ്ഞ ചൂടായിരിക്കും. അത് അങ്ങനെ ഇങ്ങനെയൊന്നും തണുക്കൂല. ലാപ്ടോപ്പ് ഇപ്പോൾ ഒരു ബെഡിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആ ബെഡിൽ നിന്ന് ആ ലാപ്പങ്ങ് എടുത്തു കഴിഞ്ഞാൽ ബെഡിൽ ആ വെച്ച ഭാഗം ഇസ്തിരി ഇട്ട പോലെ ചൂടാവാറുണ്ട് എൻ്റെ ലാപ്ടോപ്പ് കേട്ടോ. നിങ്ങളുടെ അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. ഹൈ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ ഒരു ലാപ്ടോപ്പ് കൂളറിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 2 മാസത്തിന് മേലായിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് വെറുതെ അങ്ങ് വാങ്ങിച്ചതായിരുന്നു. പുറത്ത് വെക്കുന്ന 2 ഫാനാണ്. അത് നമ്മുടെ ലാപ്പിനെ എത്രത്തോളം തണുപ്പിക്കും എന്നുള്ളതിലൊക്കെ ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും അത് വാങ്ങിച്ചതിന് ശേഷം അത് പാടങ്ങ് മാറി കിട്ടി. ഏകദേശം ഒരു 600 രൂപ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 800-850 രൂപയൊക്കെ കാണിക്കാറുണ്ട്. ചില സമയത്ത് 600 തന്നെ കിട്ടാറുണ്ട്. എനിക്ക് ഓഫർ ടൈമിലൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. എന്തായാലും ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്പ് എന്ന് വെച്ചാൽ ഏകദേശം 4 വർഷം പഴക്കമുള്ള, അത്യാവശ്യം പഴക്കമുള്ള ഒരു പഴയ ലാപ്ടോപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലക്രമേണ ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് നല്ലോണം ഹീറ്റ് ആവാനും തുടങ്ങി, അതുപോലെ ഓൺ ആവാൻ സമയം എടുക്കാനും തുടങ്ങി. നമ്മുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനതിൽ ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് SSD ആയിട്ട് 512 GB Acerൻ്റെ SSD ആയിട്ട്, അതുപോലെ 4 GB RAM ആയിരുന്ന ലാപ്പിനെ 12 GB RAM അപ്ഗ്രേഡ് ചെയ്തു. അതിന് ശേഷം ലാപ്ടോപ്പിൻ്റെ പവർ എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു. അത്രയും സ്മൂത്തായിരുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. നമ്മുടെ നോർമലി ലാപ്ടോപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് അയക്കുന്ന സമയത്ത് ഓണായി വരാൻ ഏകദേശം എനിക്ക് അവസാനം ഞാൻ ആ മാറ്റുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹാർഡ് ഡിസ്ക് കംപ്ലൈൻറ്റ് ആയ സമയത്താട്ടോ. അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ് എന്തായാലും ലോഡായി ഇങ്ങനെ കറങ്ങി വരാൻ എടുക്കും. അപ്പോൾ ഈ SSD മാറ്റിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ നോക്കി നിന്നാൽ ഏകദേശം ഒരു 10 വരെ വിരലിലെണ്ണുന്ന സമയത്തിനുള്ളിൽ അത് ഓണായി വരും. ഓണായി വരുമെന്ന് മാത്രമല്ല എല്ലാ ഫീച്ചറും ഓണായിട്ട് ലാപ്ടോപ്പ് സിസ്റ്റം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അത്രയും മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയൊക്കെ ചെയ്തു, അപ്പോൾ ഈ ഒരു സാധനം കൂടെ ഇനി ഒരു 600 രൂപയിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ലാപ്ടോപ്പിനെ തണുപ്പിക്കാൻ വേണ്ടി, അതായത് ഇത്രയൊക്കെ ചെയ്തിട്ടും ലാപ്ടോപ്പിൽ ചൂട് നിൽക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലോണം ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലാപ്പ് കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. ഏകദേശം 800 രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 600 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടോ. ലാപ്പ് കെയറിൻ്റെ അല്ലാണ്ട് സബ്രോണിക്സിൻ്റെയും ഡിജിടെക്കിൻ്റെയും കുറേ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പ് കൂളേഴ്സും ഒക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഓൺലൈനിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഓൺലൈനിലാകുമ്പോൾ നമുക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്ത് നമ്മളെ ഫണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. ഷോപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൺലൈനിൽ എടുത്താൽ അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. എനിക്കിത് എടുത്തിട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ലാപ്ടോപ്പ് നല്ലോണം കൂളാവുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ പ്രൊഡക്റ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഏകദേശം സെറ്റാക്കിയിട്ട് വെച്ചതായിരുന്നു. ഇതിൻ്റെ മേലെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി അവർക്ക് എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ഫാൻ വരുന്നുണ്ട്. അത് 2നും വൈറ്റ് ലീഫാണ്. ചെറിയൊരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് ഓണാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇവിടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിപ്പോൾ ലാപ്ടോപ്പ് വെക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഞാൻ എപ്പോഴും വെക്കാറുള്ളത് ഈ ഒരു പൊസിഷനിലാണ്. അതായത് ഓവർ പൊന്തിയിട്ടുമല്ല എന്നാൽ പറ്റങ്ങ് താന്നിട്ടുമല്ല, കുറച്ച് ചെരിഞ്ഞിങ്ങനെ നിൽക്കാറുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഇത് ഈ ഒരു ലെവലിലല്ലേ, ഈ ഒരു ലെവലിൽ വരെ മാക്സിമം നമുക്ക് ലാപ്പിനെ പൊക്കി വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ പൊക്കി വെക്കുന്ന സമയത്ത് താഴെ വീഴാണ്ടിരിക്കാൻ, താഴെ വീഴത്തൊന്നുമില്ല, അത്യാവശ്യം ഗ്രിപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്നാലും താഴെ വീഴാണ്ടിരിക്കാൻ നമുക്കൊരു സേഫ്റ്റിക്ക് ഇതിങ്ങനെ പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ ലാപ്പ് ഇവിടെ ഇങ്ങനെ ബ്ലോക്കായിട്ട് നിന്നോളും, താഴെ വീഴത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ ലാപ്പ് കെയർ എന്നുള്ള ബ്രാൻഡ് ലോഗോ കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം മെറ്റൽ ഫിനിഷിങ് കാര്യങ്ങളാണ്. ഹീറ്റ് അത്യാവശ്യം ഈ ഒരു ഫാൻ ഇട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ മേലെ കയറ്റി വെക്കുമ്പോൾ ഹീറ്റ് അത്യാവശ്യം കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താണ് ലാപ്പ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് പ്രോപ്പറായിട്ടും പുറത്തോട്ട് പോവില്ല. ആ വെച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ആ ലാപ്പ് എടുക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ഹീറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പകരം ഇങ്ങനത്തെ ഒരു സാധനം ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹീറ്റ് ഇങ്ങനെ പോകും. അത് കൂടാണ്ട് 2 അടിപൊളി ഫാനും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കൂളാവുന്നുണ്ട്. പുറകിലോട്ട് വരുമ്പോൾ മേഡ് ഇൻ ചൈനയാണ്. ലാപ്പ് കെയറിനെ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടി USB സോക്കറ്റ് വരുന്നുണ്ട്. ഇത് 2ലും കൊടുക്കേണ്ട, ഏതെങ്കിലും ഒന്നിൽ നമുക്ക് പവർ കൊടുത്താൽ മതിയാവും. 2ലും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പുറത്ത് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. സമയത്ത് ഈ ബ്ലൂ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ഇവിടെ 2 ഇവിടെ 2 ഉണ്ടായിരുന്നു. ഒന്ന് കാലക്രമേണ അടിച്ചു പോയതാണ്. ഇപ്പം നോക്കുമ്പോഴാണ് അറിയുന്നത് അത് കത്തുന്നില്ല. അത്യാവശ്യം സ്പീഡിൽ കറങ്ങുന്നുണ്ട്. കൈ വെക്കുമ്പോൾ തന്നെ കാറ്റ് പുറത്തോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഏറ്റവും പൊക്കി വെച്ചിട്ട്, അത് മാക്സിമം പൊന്തിച്ച് വെച്ചിട്ട് ലാപ്പ് ഒന്ന് വെച്ച് ജസ്റ്റ് കാണിച്ചു തരാം. ലോക്കും കാര്യങ്ങളും ഇടാണ്ട് വെക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം സ്റ്റഡിയായിട്ട് ലാപ്പ് നിൽക്കുന്നുണ്ട്. ഇളകുന്നും കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഇങ്ങനെ യൂസ് ചെയ്യരുത്. നമുക്ക് ഈ ഒരു ലോക്ക് എപ്പോഴും ഇട്ട് വെക്കുന്നത് സേഫാണ്. അഥവാ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ പൊക്കി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് സൈഡിൽ വെച്ച് നമ്മുടെ മോണിറ്ററിലോട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നതാണ്. തീരെ പൊക്കാണ്ട് നോർമലായിട്ടും വേണമെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. അങ്ങനെ വെക്കുന്ന സമയത്തും അത്യാവശ്യം ഹീറ്റ് കുറയും. കാരണം ഇത്രയും ഒരു സ്പേസ് താഴെ വരുന്നുണ്ട്.
ഇങ്ങനെ വെച്ചാലും അത്യാവശ്യം സ്പേസിൻ്റെ അകത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചൂട് അത്യാവശ്യം കുറയും. നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൈസിൻ്റെ സാധനങ്ങൾ ഫ്ലിപ്പിൽ അവൈലബിൾ ആണ്, പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഇതന്നെ മതിയാവും. കാരണം ഒരുപാട് ഫാൻ ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് കൂളായിക്കൊള്ളുന്നില്ല. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഫാൻ ഇട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് മെയിനായിട്ടും കൂളാവുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫാനും അത്യാവശ്യം എഫക്റ്റീവാണ്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കിഴിലും പ്രൊഡക്റ്റ് തന്നെയാണ്. ലിങ്ക് എന്തായാലും താഴെ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തുള്ള വീഡിയോ ആയിട്ട് വന്നവരെ ബൈ.